ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചായ ഉണ്ടാക്കിയാലോ. ഇത് വെറും ചായ അല്ല കേട്ടോ, ഒരു കിഡ്ലൻ ചായയാണ്. നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. സാധാരണ മസാല ചായയിൽ ചേർക്കാത്ത ഒരു ചേരുവ കൂടെ ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ചെറിയ ചായ ഗ്ലാസ് ഇല്ലേ, അതിൽ 2 ഗ്ലാസ് അളവിനുള്ള ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള 2 കഷ്ണം ഇഞ്ചിയും 3 ഏലക്കായും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുതിനയിലയാണ്. അത് ഞാൻ ഒരു ചെറിയ 3 ഇല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പുതിനയില ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ നല്ല ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കടുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് തിളച്ചോട്ടെ. അപ്പം നല്ലപോലെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിനകത്ത് ഇറങ്ങി കിട്ടും. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ്. അപ്പോൾ അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും നമുക്ക് അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ട് അതിൻ്റെ കളറും ഫ്ലേവറും ഒക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ആറ്റിയെടുക്കണം. 2 പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ട് ഒന്ന് ആറ്റിയെടുത്താൽ മതി. നന്നായിട്ട് പത വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് 2-3 തവണ ഒന്ന് ആറ്റിയെടുത്താൽ മതി. എന്നിട്ട് ആ പതയോടെ തന്നെ നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായ എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. നല്ല ഹെക്റ്റിക് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും. കാരണം ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഡെയിലി ഈവനിങ് കുടിച്ചുകൊണ്ടിരുന്നൊരു ചായയാണ്. അപ്പോൾ അവിടുത്തെ ബയ്യനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെയാണ് ഇത് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ പട്ട, ഏലക്ക ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മുടെ ത്രോട്ടിന് നല്ലതാണ്. അതുപോലെ തന്നെ പട്ടയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ്. മിൻറ്റ് ആണെങ്കിൽ നമുക്ക് റിഫ്രഷ്മെൻറ്റിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഹെക്റ്റിക് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ചായയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടാൻ നോക്കുക. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.